ഹെൽത്ത് ക്ലബിൽ നമ്മൾ സാധാരണയായി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബ്ബ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് സ്നേഹത്തോടെ നമുക്ക് ശാന്തി ചേച്ചിയെ ഗ്രഹസ്ഥിതിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേച്ചി. ശാന്തി ചേച്ചി ഒരു ഹെൽത്ത് ക്ലബ് നടത്തുകയാണ് തൃപ്പൂണിത്തുറയിൽ. സാധാരണ 13 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ആൾക്കാരുണ്ട്. എല്ലാ ലേഡീസ് മാത്രമാണ്, സ്റ്റുഡൻസും എല്ലാ ഹൗസ് വൈഫ്സും ഏജിലായ ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഓക്കെ, അന്നേരം ഇവർക്ക് ടൈമിംഗ് എങ്ങനെയാണ് ചേച്ചി? ടൈമിംഗ് 5:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. മോർണിംഗ് ഏർലി മോർണിംഗ് 5:30 ചില ഓഫീസ് ഗോയിങ് ആൾക്ക് അതാണ് കൺവീനിയൻറ്റ്. മോർണിംഗ് 5:30 to 12:30 വരെ ഉണ്ട്. ആഫ്റ്റർ ഒരു 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗസ് വൈഫിന്റെ തിരക്കായിരിക്കും. ഈവനിങ് 3:30 to ഒരു 6:30 വരെ സ്റ്റുഡൻസും കുറച്ച് ഹൗസ് വൈഫ്സ് ഉണ്ടാവും. ആഫ്റ്റർ 6:30 അഗൈൻ ഓഫീസ് ഗോയിങ് ആൾക്കാർ. 6:30 to 8 o'clock 3:30 to 8 o'clock വരെ ഉണ്ട്. ഈ പ്രായമുള്ളവർ ധാരാളം ഉണ്ട് ഹെൽത്ത് ക്ലബ്ബിൽ. അവര് സാധാരണയായി ഡോക്ടേഴ്സ് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ളവരായിരിക്കും? തീർച്ചയായിട്ടും ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം വരുന്നവരാണ്. ഞാൻ അത് അഡ്വൈസ് ചോദിച്ചു ഞാൻ പറയും, നിങ്ങൾ ഡോക്ടറിന്റെ അഡ്വൈസ് ചോദിച്ചു വരാമെങ്കിൽ അവർക്ക് ഇന്റേണൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് വന്ന് ചെയ്യാൻ പറയും. ഡയറക്റ്റ് വന്ന് അന്വേഷിക്കാൻ ഡോക്ടറിന്റെ അഡ്വൈസ് ചോദിച്ചിട്ട് വരും. അത് ചോദിച്ചിട്ട് വന്നു. ഞാൻ അവിടെ ചേച്ചിയുടെ ഹെൽത്ത് ക്ലബ് വന്നപ്പോ ഈ 65 വയസ്സുള്ള അമ്മമാര് പോലും ഭയങ്കര ഉഷാറായി പ്രത്യേക ക്ലാസ് എങ്ങാനും അവർക്ക് കൊടുക്കാറുണ്ടോ? ഇല്ല, മെയിനായിട്ട് ഇതിനകത്ത് വരുമ്പോ ഈ ഭയങ്കര ഇതായിട്ട് വരുന്ന എക്സസൈസ് വ്യായാമം എന്ന് പറയുന്നതാണെങ്കിൽ സത്യം പറയും ബ്ലഡ് ഇത് ചെയ്യുന്ന അനുസരിച്ച് സർക്കുലേഷൻസ് കൂടുന്നതിനനുസരിച്ച് എല്ലാരും വളരെ സന്തോഷിച്ച് വർത്താനൊക്കെ പറഞ്ഞു. മെയിനായിട്ട് ആഫ്റ്റർ ഞാൻ ഹൗസ് വൈഫ് വരുന്നത് മെയിനായിട്ട് റിലാക്സേഷൻ ഏരിയ എന്നാണ് പറയുന്നത്. ടെൻഷനൊക്കെ സ്പെഷ്യൽ ജ്യൂസ് എന്തെങ്കിലും ഇവർക്ക് കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് കുമ്പളങ്ങയുടെ ജ്യൂസ് ഉണ്ട്, ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ലൈം ഉണ്ട്. ഇതെല്ലാവരും കുടിക്കണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് കുടിക്കും. അതിന് വേറെ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് ചേച്ചി പറഞ്ഞു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കുമ്പളങ്ങ കൊടുക്കുന്നത് ശരിക്കും കൊളസ്ട്രോൾ ഫ്രീ ആണ്. ഏർലി മോർണിംഗ് കുടിക്കുന്നതാണ്. അത് കഴിഞ്ഞാലും ഒന്നുകിൽ അത് കുടിക്കുന്നതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവും. ഏർലി മോർണിംഗ് വെറും വയറിൽ കുടിക്കുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ്. അങ്ങനെ വരുന്നവർ അങ്ങനെ കുടിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ബെനിഫിറ്റ് കിട്ടുന്നു. തീർച്ചയായിട്ടും. ഏർലി മോർണിംഗ് വന്ന് മിക്കവാറും ഓഫീസ് ഗോയിങ് ആയിരിക്കില്ല. അവര് പറയും ഈ രാവിലെ വന്ന് ഒന്നും ജ്യൂസ് കുടിച്ചിട്ട് പോയാൽ എങ്ങനെ എനർജി ആവും എന്ന് അവര് പറയും. ഇപ്പൊ നമ്മൾ ഇവര് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ വെയിറ്റ് ചെക്ക് ചെയ്യുമോ? തീർച്ചയായിട്ടും. വെയിറ്റും ബേസും എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. കുറയുന്നതനുസരിച്ച് മന്ത്ലി വൺസ് ഇത് കംപ്ലീറ്റ് നമ്മൾ ഇത് ചെയ്യും. ഓരോരുത്തർക്ക് വേണ്ടി ബുക്ക് നമ്മള് രജിസ്റ്റർ ഉണ്ട്. രജിസ്റ്ററിൽ തന്നെ ഇത് കംപ്ലീറ്റ് നമ്മൾ എഴുതി വെക്കും. ആ രജിസ്റ്ററിൽ തന്നെ ഇവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്യും. പിന്നെ ചിലർക്ക് പറയുന്നത് കുറച്ച് വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡോക്ടറിന്റെ ഇതും കൂടി കൊണ്ടുവരും, സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുവരും. നമുക്കത് വേണം, അത്യാവശ്യമാണ്. നാളെ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് അത്യാവശ്യമാണ്. ഒരുപാട് ടൈപ്പ് നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള മെഷീൻസ് ഉണ്ട് ഹെൽത്ത് ക്ലബില്. അപ്പം ഇങ്ങനെ ഓരോരുത്തർക്ക് ചിലർക്ക് മുട്ടിന് വേദന വരുന്നവരുണ്ട് ട്രെഡ്മിൽ അധികം യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തേയ്മാനം വരുന്നതുകൊണ്ട് അത് നല്ലതല്ലാന്ന് കുറെ ആൾക്കാർക്ക് തെറ്റായ ധാരണകളുണ്ട്. ഇങ്ങനെയുള്ളവരോട് ചേച്ചി എന്താണ് പറയാറുള്ളത്? ഏതൊക്കെ എക്സസൈസ് ചെയ്യാം, ഏതൊക്കെ മെഷീൻ യൂസ് ചെയ്യാം? അതായത് തെറ്റായിട്ട് ധാരണ വെച്ചാൽ ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് ചെയ്യരുത്, നിങ്ങൾക്ക് മുട്ടിന് തേയ്മാനമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മുട്ടിന് അധികം ഇത് സ്ട്രെയിൻ ചെയ്യാണ്ട് ബോഡിക്ക് സ്ട്രെയിൻ ചെയ്യുന്ന എക്സസൈസസ് കൊടുക്കും. ഈ മുട്ടിന് തേയ്മാനമുള്ളവർക്ക് ഏറ്റവും പ്രോബ്ലം വരുന്നത് മിഡിൽ ബോഡിയും അപ്പർ ബോഡിയും വെയിറ്റ് കൂടും. അപ്പർ ബോഡിയും മിഡിൽ ബോഡിക്കും വെയിറ്റ് കൂടുമ്പോൾ നാച്ചുറലി മുട്ടിന് തേയ്മാനം കൂടും. അപ്പൊ അതനുസരിച്ച് നമ്മൾ അപ്പർ ബോഡിയും മിഡിൽ ബോഡിയുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസസ് അത് ചെയ്യിപ്പിക്കും. ആദ്യം അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ്. ഇപ്പൊ നമ്മൾ 1 വീക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി അവർ വന്നത് തന്നെ ചെയ്തോളൂ. സാധാരണ ഫോറിൻ കൺട്രീസിലൊക്കെ കണ്ടുവരാറ് ആൺകുട്ടികളെ പോലെ തന്നെ പെൺപിള്ളേരും സ്ത്രീകളും അതുപോലെ എക്സസൈസ് ചെയ്യുമ്പോൾ വെയിറ്റ് ഇട്ടാണ് ചെയ്യാറുള്ളത്. എന്നാൽ ചേച്ചിയുടെ അവിടെ ഞാൻ പ്രത്യേകം കണ്ടു, അതേ മെഷീൻ യൂസ് ചെയ്താൽ പോലും അവരെ വെയിറ്റ് ഇടാൻ ചേച്ചി അനുവദിക്കുന്നില്ല. അത് തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ അവിടെയുള്ളവർക്ക് ആപ്സ് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആപ്സ് വരാനും ഈ മസിൽ ഉണ്ടാക്കി ലേഡീസ് തന്നെ ഉണ്ട്. മെലിഞ്ഞിരിക്കുന്നവർക്ക് മസിലാണെങ്കിൽ അത് ടൈറ്റായിട്ട് നിന്നോളൂ. ഇപ്പൊ ഇവിടെ നമ്മുടെ കേരളത്തിലെ ലേഡീസിന് ഏറ്റവും വലിയ പ്രശ്നം ലൂസാണ്. നമ്മുടെ മസിൽസ് എല്ലാം ലൂസാണ്.
ലൂസാണ്. ആ മസിൽ ലൂസായ മസിൽസ് ടൈറ്റൻ ചെയ്യാനും അത് ടോൺ ചെയ്യിക്കാനും വേണ്ടി. അപ്പൊ നമ്മൾ വെയിറ്റ് കുറച്ചിട്ടിട്ട് അത് കൂടുതൽ ടൈം നമ്പർ ഓഫ് ടൈംസ് കൂടുതൽ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് സ്റ്റോൺ ചെയ്യുകയും ചെയ്യും. അതുപോലെ മസിൽ അവിടെ ആ തൂങ്ങി കിടക്കുന്ന മസിൽസ് കംപ്ലീറ്റ് നമുക്ക് ടൈറ്റ് റെഡ്യൂസ് ആയിട്ട് ടൈറ്റ് ആവും. ചേച്ചിക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് എങ്ങനെയാണ് ഒരു പ്രചോദനം ഉണ്ടായത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ ഹസ്ബൻഡ് വീട്ടിലെ എനിക്ക് വേണ്ടിട്ട് ഒരു ട്രെഡ്മിൽ മേടിച്ചു. ശരി. ട്രെഡ്മിൽ ഇവിടെ മേടിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വളരെ ലീനാണ്. അപ്പൊ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്യില്ല. മെയിനായിട്ട് ചെയ്യുമ്പോൾ മടി വരും, ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ മടി വരും. കുറെ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് കുറെ ഫ്രണ്ട്സിനാണെങ്കിൽ അങ്ങനെ വിളിക്കും. അപ്പൊ പറഞ്ഞു അപ്പൊ ഒരു മെഷീനായിട്ടിരുന്നാൽ നമുക്ക് ശരിയാവില്ല. ആക്ച്വലി ഞാൻ ഞങ്ങളുടെ വീടിന്റെ മേളിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് കേരളത്തിൽ കൊച്ചിയിൽ എത്രത്തോളം ഇത് വരുന്നല്ല, എല്ലാം ഹൈഫൈസ് ആണ്. ഇവിടുത്തെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ജിംനേഷ്യം ഹൈഫൈസ് ആണ്. നമുക്ക് അത്രയും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതൊന്നും ഇല്ല. ആക്ച്വലി 2 ട്രെഡ്മില്ലും ഒരു ഇതും അത്യാവശ്യ സാധനങ്ങൾ തുടങ്ങിയത് ഇവിടെ തുടങ്ങിയത്. ഇതിപ്പോ കുറച്ചകത്തേക്ക് നീങ്ങിയിട്ടാണ് നിങ്ങളുടെ വീട്. അപ്പൊ അതാരണം എങ്ങനെ ഉണ്ടാവും അറിയില്ല. നല്ല ഇതായിരുന്നു. ഫസ്റ്റ് മന്ത് എനിക്ക് നല്ല അപ്രീസിയേഷൻ വരുന്ന ആൾക്കാർ വന്നു എല്ലാം ചെയ്തു. കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നീങ്ങാൻ പറഞ്ഞിട്ടാണ് ടൗൺ ഏരിയയിലേക്ക് മാറിയത്. അങ്ങോട്ടേക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ട്? എനിക്ക് ഓൾമോസ്റ്റ് 95. ശരി. അങ്ങനെ നീങ്ങി അങ്ങനെ അവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഈ ലേസി ആയിട്ട് ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ വീട്ടിലിരിപ്പുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളോട് ശാന്തിച്ച് എന്താണ് പറഞ്ഞത്? ലേസിയായി കഴിയുന്ന സ്ത്രീകൾ ലേസി ആവാതിരിക്കുക. സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകൾക്കും എന്തെങ്കിലും കഴിവില്ലാത്ത ഒരു കാര്യമില്ല. എന്തെങ്കിലും ചെറിയ കഴിവെങ്കിലും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. എന്തെങ്കിലും കഴിവുകൾ എല്ലാവർക്കും ഉണ്ടാവും. അതെങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവർ പുറത്തേക്ക് കൊണ്ടുവരിക. പിന്നെ ഈ പറഞ്ഞാൽ ഇവിടെ തന്നെ ഞാൻ ഇത് പറയുന്നത് വീട്ടിൽ തന്നെ വന്നിട്ട് അവിടെ കുട്ടി ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പെയിന്റിങ്ങും ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടിയായിരുന്നു. ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ഡ്രസ്സസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഒരു ആർട്ടിസ്റ്റ് ആക്കി എടുത്തിരിക്കുന്നത്. ഇപ്പൊ ആ കുട്ടിക്കൊരു ഒന്നും അയാളുടെ പോക്കറ്റ് മണിക്കുള്ള ഇതായി അത്യാവശ്യം അത് നല്ല ഇതല്ലേ. അപ്പൊ അങ്ങനെ വന്നാൽ അവിടെ തന്നെ അങ്ങനെ ആഫ്റ്റർ വരുന്ന ഹൗസ് വൈഫ്സ് വരുന്നവരെല്ലാവരും പത്മാനൊക്കെ പറഞ്ഞ് അവരുടേതായ എല്ലാ കാര്യങ്ങളും ഭയങ്കര കൂട്ടാണ്. എല്ലാവരും അവിടെ വരുന്ന മോർണിംഗ് 5:30 to ഈവനിങ് 8 o'clock വരെ വരുന്നത് എല്ലാവരും എനിക്ക് അറിയിക്കാം. എല്ലാവരുമായിട്ട് പേഴ്സണലായിട്ട് ഇതും വെച്ചിട്ടുണ്ട്. എല്ലാവരും അതല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും നേരം അല്ലെ 5:30 സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാമിലി ഇതിലൂടെ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട്. ഹസ്ബൻഡും മോനും ഉണ്ട്. അത് അവര് എല്ലാ കാര്യങ്ങളും ചെയ്തും എന്നെ എല്ലാ തരത്തിലും എൻകറേജ് ചെയ്യുന്നു. ഭാവി പ്ലാൻ എന്തൊക്കെയാണ്? ഇപ്പൊ ഞാൻ ആക്ച്വലി ഇവിടെ എനിക്ക് എറോബിക്സ് ക്ലാസ്സും ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ അഡീഷൻ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് മന്ത് ഓൺവേഴ്സ് യോഗ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യോഗ ടീച്ചർ വന്ന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. യോഗ പിന്നെ ഇതെന്താ പറയാ, ഭഗവാൻ സഹായിച്ചത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഭയങ്കര ഈശ്വരഭക്തിയാണ്. അപ്പൊ ഈ കർക്കിടകമായിട്ട് കർക്കിടക കഞ്ഞിയൊക്കെ കുടിച്ച് ഈ നമ്മള് ആയുർവേദ ട്രീറ്റ്മെന്റ് പറയാറുണ്ട്. അങ്ങനെയുള്ളപ്പം ഇവരോട് ഈ ഹെൽത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേക അഡ്വൈസ് കൊടുക്കാറുണ്ട്? ഞാൻ ഈ സമയത്ത് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്. മഴയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരിക്കരുത്. മഴയത്ത് നമുക്ക് മടി പിടിക്കാൻ ഹൗസ് വൈഫ് മടി പിടിക്കും. തുണി വിരിച്ചിരിക്കുന്നത് ഹൗസ് വൈഫിന് എപ്പോഴും കുറെ പ്രോബ്ലംസ് ആണ്. മെയിൻ ആയിട്ട് ഇതിനകത്ത് പ്രശ്നം എന്നാൽ വീട്ടമ്മമാര് ചെയ്യരുത് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം, ഹെൽത്ത് ക്ലബിൽ പോകുമ്പോൾ വീട്ടിലെ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഹെൽത്ത് ക്ലബ് മുടക്കരുത്. ജെന്റ്സ് അത് ചെയ്യില്ല. അതുകൊണ്ടാണ് അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ലേഡീസിന് എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ആദ്യം മാറ്റിയിരിക്കുന്നത് ഹെൽത്ത് ക്ലബിലേക്ക് വരുന്നതാണ്. എക്സസൈസ് വീട്ടില് ഗസ്റ്റ് കൺസൾട്ടിങ് ചെയ്യാൻ വരില്ല. എന്താ ഗസ്റ്റ് ഉണ്ട്. ഞാൻ മോർണിംഗ് 5:30 to 12, ഈവനിങ് 3:30 to 8 നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ നിങ്ങൾക്ക് 9 o'clock വരുന്ന ഒരു 9 o'clock തന്നെ വരണം എന്ന് ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റ് ഉണ്ടത് നേരത്തെ വന്ന് ചെയ്തോളൂ. ഡെയിലി ഇത് മുടക്കരുത്. വീക്കിലി 5 days സാറ്റർഡേ സൺഡേ ഞാൻ പറഞ്ഞു എല്ലാവർക്കും പിള്ളേര് വീട്ടിലുണ്ടാവും, ഹസ്ബൻഡ് വീട്ടിലുണ്ടാവും, നിങ്ങൾ വരണ്ട. ബിക്കോസ് എനിക്കും നമുക്കും വീട്ടിൽ നിൽക്കാൻ ദിവസം വീക്കിലി 5 days ആണ്. മൺഡേ ടു ഫ്രൈഡേ. ഡെയിലി ഇത് നിങ്ങൾ മുടക്കരുത്. എല്ലാ ലേഡീസിനും എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയാൽ ഡെയിലി ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ പോകണ്ട. മടി പിടിച്ചിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ശാന്തി ചേച്ചി തന്നെ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ശാന്തി ചേച്ചിക്ക് നേരുന്നു. നമസ്കാരം.